നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ നാളുകളായുള്ള കാത്തിരിപ്പുകൾക്കൊടുവിൽ വിവേചനങ്ങളെല്ലാം എടുത്തുമാറ്റുകയാണ് സൗദി അറേബ്യ. കഴിഞ്ഞ ദിവസമാണ് മുഴുവൻ വനിതാ ജീവനക്കാരുമായി സൗദിയ എയർലൈൻസ് പറന്നുയർന്നത്. ഇത് ചരിത്രത്തിലേക്കുള്ള ഒരു കുതിപ്പ് കൂടിയാണ്. ഇപ്പോഴിതാ മറ്റു പല കാര്യങ്ങളിലും നിർണായക നീക്കങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അറേബ്യ. വിവിധ കേസുകളിലും മറ്റും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമിടയിലും മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കുമിടയിലും നിലനിൽക്കുന്ന വിവേചനം അവസാനിപ്പിക്കാൻ സൗദി ഒരുങ്ങുന്നു. സിവിൽ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള കരട് നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഖണ്ഡിക എഴുതി ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം. ഷൂറ കൗൺസിലിന്റെ പരിഗണനയിലുള്ള കരട് സിവിൽ നടപടിക്രമ നിയമത്തിൽ ഈ വിവേചനം അവസാനിപ്പിക്കുന്നതായി കാണിച്ച് ഒരു ഖണ്ഡിക കൂട്ടിച്ചേർക്കണമെന്ന് കൗൺസിൽ അംഗങ്ങളായ ലത്തീഫ അൽ ഷാലം, ഫൈസൽ അൽ ഫാദിൽ, അത്ത അൽ സുബൈത്തി എന്നിവരാണ് ആവശ്യപ്പെട്ടതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസുകളിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്ന വിഷയത്തിൽ ലിംഗത്തിന്റെയോ മതത്തിന്റെയോ വിവേചനത്തിന്റെയോ മറ്റെന്തെങ്കിലും വിഷയത്തിലോ ഉള്ള വിവേചനം പാടില്ലെന്ന വാചകം കൂടി കരട് നിയമത്തിൽ ഉൾപ്പെടുത്താനാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ച സുപ്രധാന നിയമങ്ങളിൽ ഒന്നാണ് സിവിൽ ട്രാൻസാക്ഷൻസ് നിയമം. രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നതെന്ന് അന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ലിംഗത്തിന്റെയും മതത്തിന്റെയും മറ്റും പേരിലുള്ള വിവേചനപരമായ രീതികൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഷൂറ കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ലഭിക്കുന്ന ബ്ലഡ് മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലും മുസ്ലിങ്ങളും അല്ലാത്തവർക്കും ഇടയിലും വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇത്തരമൊരു വിവേചനം മറ്റേതെങ്കിലും അറബ് രാജ്യത്തോ മറ്റ് വിദേശ രാജ്യത്തോ നിലവിലില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കൊല്ലപ്പെട്ടവർക്ക് പകരമായി വാങ്ങുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ഖുർആൻ സൂക്തത്തിൽ ഇത്തരമൊരു വിവേചനത്തെക്കുറിച്ച് പറയുന്നില്ല. ഇസ്ലാമിക നിയമങ്ങളെ കാലാനുസൃതമായി വ്യാഖ്യാനിച്ചാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും സമൂഹത്തിൽ സഹിഷ്ണുതാ മനോഭാവം ശക്തിപ്പെടുത്താൻ തങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതി സഹായകമാവുമെന്നും അവർ പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.